पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतं पिबदा भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 4-ാമത്തെ അധ്യായം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഋഷഭദേവന്റെ സവിശേഷതകൾ. ശ്ലോകം 14 മുതൽ 18 വരെ വായിക്കാം. ഭഗവാൻ ഋഷഭസംജ്ഞ ആത്മതന്ത്ര സ്വയം നിത്യനിവൃത്താനർത്ഥ പരമ്പര കേവലാനന്ദാനുഭവ ഈശ്വര ഏവ വിപരീതവത്കർമ്മണ്യാരഭമാണ കാലേനാനുഗതം ധർമാചരണേനോപശിക്ഷയൻ ശിക്ഷയന്നതദ്വിതാം സമാ ഉപശാന്തോ മൈത്ര കാരുണികോ ധർമാർത്ഥായശ പ്രജാനന്ദാമൃതാവരോധേന ഗൃഹേഷു ലോകം നിയമയത് യദ്യച്ചീർഷണ്യാചരിതം തത്തത് അനുവർത്തതേ ലോകഃ യദ്യപി സ്വവിദിതം സകലധർമ്മം ബ്രാഹ്മം ഗുഹ്യം ബ്രാഹ്മണേർദർശിതമാർഗേണ സമാധിഭിരുപായേർ ജനതാം അനുശാസ ദ്രവ്യാദേശകാലവയ ശ്രദ്ധാ ഋത്വിക് വിവിധോ ദേശോപചിതൈഃ സർവൈരപി കൃതുഭിർയതോപദേശം ശതകൃത്വാ ഇയാച ഭഗവതാ ഋഷഭേണ പരിരക്ഷ്യമാണ ഏതസ്മിൻ വർഷേന കശ്ചന പുരുഷോ വാഞ്ചത്യവിദ്യമാന ഇവാത്മനോ അന്യസ്മാത് കഥഞ്ചന കിമപി കർഹിചിത് അപേക്ഷതേ ഭർത്തര്യാനുസവനം വിജൃംഭിത സ്നേഹാതിശയം അന്തരേണ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സ്വപ്ന മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 അധ്യായം 4 പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഋഷഭദേവന്റെ സവിശേഷതകൾ. ശ്ലോകം 14. ഭഗവാൻ ഋഷഭസംജ്ഞ ആത്മതന്ത്ര സ്വയം നിത്യ നിവർത്താനാർത്ഥ പരമ്പര കേവലാനന്ദാനുഭവ ഈശ്വര ഏവ വിപരീതവൽക്കർമ്മണി ആരഭമാണ കലേൻ നാനുഗതം ധർമാചരണേനോപശിക്ഷയൻ തദ്വിധാം സമ ഉപശാന്തോ മൈത്ര കാരുണ്ണികോ ധർമാർത്ഥയശ പ്രചാനന്ദ അമൃതാവരോധേന ഗൃഹേഷു ലോകം നിയമയത്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അവതാരമായിരുന്ന ഋഷഭദേവ ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ രൂപം ആധ്യാത്മികവും ശാശ്വതവും അതീന്ദ്രിയാനന്ദപൂർണവുമായിരുന്നു.
ഭൗതിക ദുഃഖത്തിന്റെ 4 തത്വങ്ങളിൽ ജനനം, മരണം, വാർദ്ധക്യം, രോഗം അദ്ദേഹത്തിന് ശാശ്വതമായി ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. അദ്ദേഹം ഭൗതികമായി ആകർഷിക്കപ്പെടുകയും ചെയ്തില്ല. എല്ലായ്പ്പോഴും സമചിത്തനായിരുന്ന അദ്ദേഹം എല്ലാവരെയും ഒരേ നിലവാരത്തിൽ ദർശിച്ചു. മറ്റുള്ളവരുടെ അസന്തുഷ്ടനായിരുന്ന അദ്ദേഹം എല്ലാ ജീവസത്തുക്കളുടെയും ക്ഷേമകാംക്ഷിയായിരുന്നു. അദ്ദേഹം ഒരു സമ്പൂർണ്ണ വ്യക്തിത്വമായിരുന്നെങ്കിലും പരമോന്നതനായ ഭഗവാനും എല്ലാവരുടെയും നേതാവുമായിരുന്നെങ്കിലും ഒരു സാധാരണ ബദ്ധാത്മാവിനെ പോലെ വർത്തിച്ചു. ആയതിനാൽ അദ്ദേഹം വർണ്ണാശ്രമ ധർമ്മ തത്വങ്ങൾ കർശനമായി പാലിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. വർണ്ണാശ്രമ ധർമ്മ തത്വങ്ങൾ കാലക്രമേണ അവഗണിക്കപ്പെട്ടിരുന്നു. അതിനാൽ വർണ്ണാശ്രമ ധർമ്മത്തിനുള്ളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ചുമതലകൾ എങ്ങനെ നിർവഹിക്കാൻ കഴിയുമെന്ന് അജ്ഞാതരായ ജനങ്ങളെ തന്റെ വ്യക്തിപരമായ സവിശേഷതകളാലും പെരുമാറ്റങ്ങളാലും അദ്ദേഹം പഠിപ്പിച്ചു. ഈ രീതിയിൽ ധാർമ്മികവും സാമ്പത്തികവുമായ ഉന്നമനവും കീർത്തിയും നേടാനും പുത്രന്മാരോടും പുത്രിമാരോടുമൊത്ത് ഭൗതിക സന്തോഷം അനുഭവിക്കാനും അവസാനം ശാശ്വത ജീവിതം ലഭിക്കുവാനും കഴിയും വിധം അദ്ദേഹം ജനങ്ങളുടെ ഗൃഹസ്ഥ ജീവിതം ക്രമീകരിച്ചു. വർണ്ണാശ്രമ ധർമ്മം പാലിച്ചുകൊണ്ട് ഗൃഹസ്ഥ ജീവിതം നയിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് സ്വന്തം നിർദ്ദേശങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുത്തു. ശ്ലോകം 15. യച്ചീർണ്യാചരിതം തത്തതനു വർത്തതേ ലോകഃ. മഹാനായൊരു മനുഷ്യൻ എന്തു ചെയ്താലും സാധാരണ മനുഷ്യൻ അത് പിന്തുടരും. ശ്ലോകം 16. യദ്യദപീസോ വിദിതം സകലധർമ്മം ബ്രാഹ്മ്യം ഗുഹ്യം ബ്രാഹ്മണേ ദർശിതമാർഗേണ സമാധിഭിഗുരു ഉഭായൈർജന തമാനുശാസ. ഋഷഭദേവ് ഭഗവാന് തൊഴിൽപരമായ കർത്തവ്യങ്ങൾ അടങ്ങുന്ന ഗോപ്യമായ എല്ലാ വൈദിക ജ്ഞാനവും അറിവുണ്ടായിരുന്നിട്ടും അദ്ദേഹം സ്വയം ഒരു ക്ഷത്രിയനായി തുടർന്നുകൊണ്ട് മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, സഹിഷ്ണുത മുതലായവയിൽ ബ്രാഹ്മണരുടെ നിർദ്ദേശങ്ങൾ പിന്തുടർന്നു. അപ്രകാരം അദ്ദേഹം ബ്രാഹ്മണർ ക്ഷത്രിയരെ ഉപദേശിക്കുകയും ക്ഷത്രിയർ വൈശ്യരിലൂടെയും ശൂദ്രരിലൂടെയും ഭരണം നിർവഹിക്കുകയും ചെയ്യണമെന്ന വർണ്ണാശ്രമ ധർമാനുശാസന പ്രകാരം ജനങ്ങളെ ഭരിച്ചു. ശ്ലോകം 17. ദ്രവ്യദേശകാലേ വയ ശ്രദ്ധ ഋത്തി വിവിധോദ്ദേശോപചിതൈഃ സർവൈരപീകൃതുഭിർയഥോപദേശം ശതകൃത്വായാച. ഋഷഭദേവൻ വൈദിക സാഹിത്യങ്ങളിലെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ യജ്ഞങ്ങളും 100 തവണ ആചരിച്ചു. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും വിഷ്ണു ഭഗവാനെ സംതൃപ്തനാക്കി. എല്ലാ യജ്ഞങ്ങളും 1-ാം തരം ദ്രവ്യങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു. വിശ്വാസം തികഞ്ഞവരും യുവാക്കളുമായ വൈദികരാൽ വിശുദ്ധ സ്ഥലങ്ങളിൽ വെച്ച് ഉചിതമായ സമയങ്ങളിലാണ് അവ നടത്തപ്പെട്ടത്. ഈ രീതിയിൽ വിഷ്ണു ഭഗവാൻ ആരാധിക്കപ്പെടുകയും യജ്ഞപ്രസാദം എല്ലാ ദേവന്മാർക്കും സമർപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്രകാരം എല്ലാ ചടങ്ങുകളും ഉത്സവങ്ങളും വിജയപൂർണമായിരുന്നു. ശ്ലോകം 18. ഭഗവദർഷഭേണ പരിരക്ഷ്യമാണ ഏതസ്മിൻ വർഷേന കശ്ചന പുരുഷോ വാഞ്ചത്യ അവിദ്യാമാനം അവാത്മാനോന്യസ്മാത് കദശ്ചന കിമപി കർഹിചിത വേഷതേ ഭർത്തര്യനു സവനം വിജൃംഭിത സ്നേഹാതിശയമന്തരേണ. ഒരു മായക്കൊട്ടാരത്തെയോ ആകാശകുസുമത്തെയോ പോലുള്ളതൊന്നും സ്വന്തമാക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. കാരണം അത്തരം വസ്തുക്കൾക്ക് നിലനിൽപ്പില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഋഷഭദേവ ഭഗവാൻ ഈ ഭാരതവർഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സാധാരണ മനുഷ്യർക്ക് പോലും ഒരു സാഹചര്യത്തിലും ഒന്നും ആവശ്യപ്പെടുകയില്ലായിരുന്നു. ആരും ഒരിക്കലും ഒരു മായക്കൊട്ടാരം ആവശ്യപ്പെടില്ല. മറ്റു വാക്കുകളിൽ എല്ലാവരും സംതൃപ്തരായതിനാൽ ആർക്കും ഒന്നും ആവശ്യപ്പെടേണ്ടി വരുന്നില്ല. ജനങ്ങൾ രാജാവിനോട് അതിരറ്റ സ്നേഹത്തിൽ മുഴുകിയിരുന്നു. ഈ സ്നേഹം സദാ വർദ്ധിച്ചുകൊണ്ടിരുന്നതിനാൽ അവർ ഒന്നും ആവശ്യപ്പെടാൻ തൽപരരായില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സ്വപ്ന മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ പ്രിയവ്രത മഹാരാജാവിന്റെ വംശമാണ് ശുകദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുന്നത്. പ്രിയവ്രത മഹാരാജാവിന്റെ വംശത്തിലും ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ ഋഷഭദേവനായിട്ട് അവതരിച്ചു. ഇവിടെ പറയുന്നത്
ഭഗവാൻ ഋഷഭ സംജ്ഞ എന്നാണ്. ഭഗവാൻ ഋഷഭ സംജ്ഞ എന്നാണ് 14ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. ഋഷഭദേവൻ ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല, അദ്ദേഹം ഭഗവാന്റെ തന്നെ അവതാരമായിരുന്നു എന്നാണ് പറയുന്നത്. ഋഷഭദേവന്റെ അവതാരത്തിനെ കുറിച്ച് പ്രഥമ സ്കന്ധത്തിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട്. 8ാമത്തെ അവതാരം, 22 അവതാരങ്ങളെ കുറിച്ച് 1ാമത്തെ സ്കന്ധത്തിൽ 3ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അതിൽ 8ാമത്തെ അവതാരമായിട്ട് ഋഷഭദേവനെയാണ് സൂചിപ്പിക്കുന്നത്. അഷ്ടമേ മേരുദേവ്യാം തു ലാഭേർജാത ഒരു ക്രമ. 1ാമത്തെ സ്കന്ധത്തിൽ 3ാമത്തെ അധ്യായത്തിൽ 13ാമത്തെ ശ്ലോകത്തിൽ നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായിട്ട് 8ാമതായിട്ട് ഭഗവാൻ അവതരിക്കുമെന്നും വർണ്ണാശ്രമ വ്യവസ്ഥ എങ്ങനെ മാതൃകാപരമായി വർണ്ണാശ്രമ വ്യവസ്ഥയിൽ എങ്ങനെ ജീവിക്കാം എന്നും കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഭഗവാൻ 8ാമതായിട്ട് അവതരിക്കും എന്നവിടെ പറയുന്നുണ്ട്. 3ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ സ്കന്ധത്തിൽ 22 അവതാരങ്ങളെ കുറിച്ച് പറയുന്നു. അതിൽ 8ാമത്തെ അവതാരമായിട്ട് അഷ്ടമേ മേരുദേവ്യാം തു നാഭേർജാത ഒരു ക്രമ, നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായിട്ട് 8ാമതായിട്ട് ഭഗവാൻ അവതരിക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിയവ്രത മഹാരാജാവിന്റെ വംശത്തിൽ വന്നിട്ടുള്ള ഭഗവാന്റെ അവതാരമാണ് ഋഷഭദേവൻ. ബാക്കിയുള്ളവരെല്ലാവരും ജീവാത്മാക്കളാണ്, വ്യക്തികളാണ്, ഭക്തന്മാരാണ്. ഇവിടെ ഋഷഭദേവൻ ഭഗവാനാണ്. അതേപോലെ തന്നെ നമ്മൾ ഉത്ഥാനപാദന്റെ വംശം കേട്ട സമയത്തും അവിടെയും ഭഗവാന്റെ ഒരു അവതാരം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഭക്തന്മാരാണ്, പക്ഷെ ഒരു ഭഗവാന്റെ അവതാരവും ഉണ്ടായിരുന്നു. അല്ലെ, ആരായിരുന്നു? ഉത്ഥാനപാദന്റെ വംശം അല്ലെ, പൃഥു മഹാരാജാവാണ് ഉത്ഥാനപാദന്റെ വംശത്തിൽ വന്നിട്ടുള്ള ഭഗവാന്റെ അവതാരം. കപില ഭഗവാൻ ഉത്ഥാനപാദൻ വംശത്തിലല്ല വന്നിട്ടുള്ളത്. കപില ഭഗവാൻ ആരുടെ പുത്രനായിട്ടാണ് വന്നിട്ടുള്ളത്? ദേവഹൂതിയുടെ പുത്രനായിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലെ, മനുവിന്റെ പുത്രി ദേവഹൂതിയുടെ പുത്രനാണ്. എല്ലാരും മനുവിന്റെ വംശത്തിലാണ്. ഇപ്പോൾ പറയുന്നതൊക്കെ മനുവിന്റെ സ്വയംഭുവ മനുവിന്റെ വംശമാണ്. ഇനി നമ്മൾ 7ാമത്തെ സ്കന്ധം വരെ വായിക്കുന്നത് സ്വയംഭുവ മനുവിന്റെ വംശമാണ്. 3ാമത്തെ സ്കന്ധം മുതൽ 7ാമത്തെ സ്കന്ധം വരെ സ്വയംഭുവ മനുവിന്റെ വംശമാണ് പറയുന്നത്. ഒരൊറ്റാളുടെ ചരിത്രമാണ് നമ്മളിപ്പോൾ വായിക്കുന്നതെല്ലാം. 3ാമത്തെ സ്കന്ധത്തിൽ ആരംഭിച്ചതാണ്. സ്വയംഭൂ മനുവിന്റെ 5 മക്കളുടെ കാര്യമാണ് ഇപ്പോഴൊക്കെ പറയുന്നത്. അതിൽ ആദ്യം പറഞ്ഞത് ദേവഹൂതിയുടെ വംശം. അതിൽ കപില ഭഗവാൻ അവതരിച്ചു. പിന്നീട് ആഹൂതിയുടെ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചു. യജ്ഞനും ദക്ഷിണയുമായിട്ട് അവതരിച്ചു. പ്രസൂതിയിൽ ഭഗവാൻ അവതാരമൊന്നും പറയുന്നില്ല, സതീദേവിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് 2 പുത്രന്മാരെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. അതിലാണ് ഉത്ഥാനപാദനെ കുറിച്ചും പ്രിയവ്രതനെ കുറിച്ചും പറഞ്ഞത്. ഉത്ഥാനപാദനെ കുറിച്ച് 3ാമത്തെ സ്കന്ധത്തിൽ ആരംഭിച്ചതാണ്. 4ാമത്തെ സ്കന്ധത്തിന്റെ അവസാനം വരെ ഉത്ഥാനപാദന്റെ വംശമാണ് പറയുന്നത്. ഉത്ഥാനപാദന്റെ പുത്രൻ ധ്രുവൻ, പിന്നീട് വത്സരൻ, വ്യുഷ്ടൻ, അങ്ങനെ പറഞ്ഞ അങ്കൻ, വേനന്റെ പുത്രനായിട്ട് പൃഥു മഹാരാജ. അത് ഭഗവാന്റെ അവതാരമാണ്. ബാക്കിയെല്ലാം ഭക്തന്മാരാണ്. ഇപ്പോൾ 5ാമത്തെ സ്കന്ധത്തിലാണ് പ്രിയവ്രതന്റെ വംശത്തെ കുറിച്ച് പറയുന്നത്. പ്രിയവ്രതന്റെ പുത്രൻ അഗ്നീന്ദ്രന്റെ പുത്രൻ നാഭി മഹാരാജാവിന്റെ പുത്രനായിട്ടാണ് ഋഷഭദേവൻ അവതരിച്ചിരുന്നത്. ഋഷഭദേവൻ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അവതാരമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ഋഷഭ സംജ്ഞ. അപ്പോൾ ആ ഋഷഭദേവനെ കുറിച്ച് നേരത്തെ തന്നെ അവതാരങ്ങളുടെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളതാണ്. 3ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ സ്കന്ധത്തിൽ 3ാമത്തെ അധ്യായത്തിൽ 13ാമത്തെ ശ്ലോകത്തിൽ 8ാമത്തെ അവതാരമായിട്ട് ഋഷഭദേവന്റെ കാര്യം പറയുന്നുണ്ട്. അഷ്ടമേ മേരുദേവ്യാം തു നാഭേർജാത ഒരു ക്രമ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭഗവാൻ ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരം പൂർണ്ണമായിട്ടും സച്ചിദാനന്ദമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഭൗതികമായിട്ടുള്ള യാതൊരു കർമ്മങ്ങളും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭൗതികമായിട്ടുള്ള ഒരു കർമ്മ നിയമങ്ങളും അദ്ദേഹത്തിന് ബാധകമല്ല.
ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, നമാം കർമാണി ലിബന്തി നമേ കർമ്മഫലേ സ്പൃഹ. എന്നെ ഭൗതികമായിട്ടുള്ള ഒരു കർമ്മവും ബന്ധിക്കുന്നില്ല എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഋഷഭദേവന്റെ പ്രവൃത്തികളും. അദ്ദേഹം പൂർണ്ണമായിട്ടും ആത്മാരാമനായിരുന്നു. അദ്ദേഹം പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു ഭൗതിക കർമ്മങ്ങളിലും ആകർഷണം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആകപ്പാടെ അദ്ദേഹത്തിന് അലട്ടിയ ഒരു കാര്യം എന്താണ്? മറ്റുള്ളവരുടെ ദുഃഖമാണ്. മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അലോസരം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം മാതൃകാപരമായിട്ടുള്ള ഒരു ഗൃഹസ്ഥനായിട്ട്, ഒരു ക്ഷത്രിയനായിട്ട് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. വർണ്ണാശ്രമ വ്യവസ്ഥ എങ്ങനെ പരിപാലിക്കാം, ആ വർണ്ണാശ്രമ വ്യവസ്ഥ പരിപാലിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് എങ്ങനെ ഉയർച്ചയുണ്ടാക്കാം, ഏറ്റവും വലിയ നേട്ടം എങ്ങനെ മുക്തി നേടി ഭഗവാനിലേക്ക് തിരിച്ചു പോകാം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഋഷഭദേവനായിട്ട് അവതരിച്ചത് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരെ കാണിക്കുക, മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നതിനായിട്ട്, എല്ലാം അറിവുണ്ടായിട്ടും എല്ലാ വേദജ്ഞാനവും ഉണ്ടായിട്ടും അദ്ദേഹം ബ്രാഹ്മണരുടെ, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള വ്യക്തികളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചു എന്നാണ്. അപ്പോൾ ബ്രഹ്മജ്ഞാനമുള്ള വ്യക്തികളുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന വ്യക്തിക്കും അതിന്റെ പ്രയോജനം ഉണ്ടാകും. അവർക്കും ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കും. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ വേദങ്ങളും അറിയുന്ന വ്യക്തിയായിട്ടും, വേദങ്ങളെല്ലാം രചിച്ചത് ഭഗവാൻ തന്നെയാണ്. വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. എന്നിട്ടും ഭഗവാൻ എന്ത് ചെയ്തു? ആ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള വ്യക്തിയിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതേപടി ഒരു സാധാരണ ക്ഷത്രിയനെ പോലെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. കാരണം മറ്റുള്ളവർക്ക്, ഉയർന്ന വ്യക്തികൾ എന്താണോ ചെയ്യുന്നത് അത് സാധാരണ ജനങ്ങളും മാതൃകയാക്കും. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തത്വേവേതരോചന. അതുകൊണ്ട് അദ്ദേഹം ഒരു മാതൃകാപരമായിട്ടുള്ള വർണ്ണാശ്രമ വ്യവസ്ഥ സമൂഹത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുകയും ജനങ്ങളെ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പരിശീലിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ യജ്ഞങ്ങളും 100 തവണ ചെയ്തു എന്നാണ് പറയുന്നത്. യജ്ഞങ്ങൾ അനുദിനം എപ്പോഴും ആ രാജ്യത്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള യജ്ഞങ്ങൾ 100% പരിപൂർണതയോടുകൂടി നടത്താറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ യുവാക്കളായിട്ടുള്ള വൈദികന്മാരെല്ലാവരും, പുരോഹിതന്മാര്, ഋത്വിക്കുകൾ എല്ലാവരും പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ അന്നത്തെ കാലത്ത് വൈദിക സാഹിത്യങ്ങൾ, വേദശാസ്ത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് യജ്ഞങ്ങളിലൂടെ ഭഗവാനെ തൃപ്തിപ്പെടുത്തേണ്ടത് എന്ന് ജനങ്ങൾക്ക് അറിയാമായിരുന്നു. ആ യജ്ഞങ്ങളെല്ലാം വലിയ ആർഭാടപൂർവമായിട്ടുള്ള ഉത്സവങ്ങൾ പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. ആ യജ്ഞങ്ങളിലൂടെ തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷം ലഭിച്ചിരുന്നു. ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു. അതിലൂടെ തന്നെ അവർ തൃപ്തരായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ജനങ്ങളെല്ലാവരും തൃപ്തരായതുകൊണ്ട് അവർക്ക് പിന്നീട് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാജാവിനോട് പ്രത്യേകിച്ച് അവർക്കൊന്നും പരാതി ഉണ്ടായിരുന്നില്ല. രാജാവിനാണെങ്കിൽ ജനങ്ങളോട് വലിയ സ്നേഹവുമായിരുന്നു എന്നാണ് പറയുന്നത്. ഋഷഭദേവൻ ജനങ്ങളെ സ്വന്തം പുത്രന്മാരെ പോലെ സ്നേഹിച്ചിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവർ തമ്മിലുള്ള ആ സ്നേഹബന്ധം, ആ സുഹൃത്ത് ബന്ധം, സൗഹാർദ്ദം വർദ്ധിച്ചു വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ടും തൃപ്തിയായിരുന്നു. യജ്ഞങ്ങൾ ചെയ്യുന്നതിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ടായിരുന്നു. ദേവന്മാരെല്ലാവരും തൃപ്തരായിരുന്നു. പ്രകൃതി അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രകൃതിയിൽ വിഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. രാജാവിന്റെ പരിപൂർണ സംരക്ഷണം ഉണ്ടായിരുന്നു. ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ഉള്ളിൽ അവർക്ക് ഭഗവാനോടുള്ള ഭക്തി ഉണ്ടായിരുന്നു. അങ്ങനെ പരിപൂർണ തൃപ്തരായി കഴിഞ്ഞത് കൊണ്ട് ജനങ്ങൾക്കൊന്നും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ, അത്യാഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ യാതൊരു പരാതിയുമില്ലാതെ വളരെ തൃപ്തരായി കഴിഞ്ഞു പോന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരൊന്നും ആവശ്യപ്പെട്ടില്ല. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഭഗവാനിലേക്ക് തിരിച്ചു പോവുകയാണ്.
ഭഗവാനെ തൃപ്തിപ്പെടുത്തി ഭഗവാനിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് എല്ലാ ജനങ്ങൾക്കും സ്വാഭാവികമായിട്ടും അറിയാമായിരുന്നു. ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ താൽക്കാലിക അവസ്ഥ അത് അസ്ഥിരമാണ്, അതല്ല ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെ ജനങ്ങൾ ബുദ്ധിമാന്മാരായിരുന്നു, അവരെ അങ്ങനെ പരിശീലിപ്പിച്ചിരുന്നു. അവർക്ക് അങ്ങനെ ഉയരാനുള്ള മാർഗവും ഋഷഭദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപൂർണ തൃപ്തരായി അവർ രാജ്യത്ത് രാജാവിനോടൊപ്പം നിലകൊണ്ടു. രാജാവും അതേപോലെ ജനങ്ങളും വലിയ സന്തോഷത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ഋഷഭദേവന്റെ ഭരണകാലത്ത് ജനങ്ങളെല്ലാവരും ദിവസവും ഉത്സവം പോലെ, ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് പോലെ അവർ ജീവിച്ചു. യജ്ഞത്തിൽ പങ്കുകൊണ്ട് അവര് മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയായിരുന്നു ഋഷഭദേവൻ രാജ്യം ഭരിച്ചിരുന്നത് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്ത് പറയുന്നത് ഋഷഭദേവൻ തന്റെ 100 പുത്രന്മാരെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും മുതിർന്ന പുത്രൻ ഭരതനായിരുന്നു, ഭരത മഹാരാജാവായിരുന്നു. ആ ഭരതന്റെ ഭരണത്തോടു കൂടിയാണ് അജനാഭ വർഷം എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഭാരതവർഷമായിട്ട് മാറി. പിന്നീട് 9 നവയോഗീന്ദ്രന്മാരെ കുറിച്ച് പറഞ്ഞു. ആ നവയോഗീന്ദ്രന്മാരുടെ ഉപദേശം പിന്നീട് പറയാം എന്ന് ശുകദേവ ബ്രഹ്മർഷി പറയുന്നു. നാരദനും വസുദേവരുമായിട്ടുള്ള സംവാദം 11ാമത്തെ സ്കന്ധത്തിൽ വരുന്നുണ്ട്. ആ സമയത്ത് നവയോഗീന്ദ്രന്മാർ നിമി മഹാരാജാവിന് നൽകിയിട്ടുള്ള ഉപദേശം വിശദമായിട്ട് പറയാം എന്ന് ശുകദേവ ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 പുത്രന്മാർ ഭാഗവതോത്തമന്മാരായിരുന്നു. അവർ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ഭക്തന്മാരായിരുന്നു. ബാക്കിയുള്ള 81 പുത്രന്മാർ ഉയർന്ന ബ്രാഹ്മണീയ യോഗ്യതയുള്ള സംസ്കാരമുള്ള കുട്ടികളായിരുന്നു. അവരെല്ലാവരും വൈദികമായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ നിപുണരായിരുന്നു എന്നുള്ള കാര്യം പറയും. അങ്ങനെ 100 പുത്രന്മാർ ഋഷഭദേവന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ 100 പുത്രന്മാർക്ക് നൽകുന്ന ഉപദേശമാണ് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉപദേശമാണ് ഋഷഭദേവന്റെ ഉപദേശം. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ജീവനമാതാജി ജപിച്ചു. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ.